ചായപ്പാനി തപ്പിയിലെ ഇപ്പൊ സാറ് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് സുഹേൽ അത് കേൾക്കപ്പോ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്തായിരുന്നു? ശ്യാം പുഷ്കറിനും ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ അത് ഈ വാക്ക് ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുടൂന്നൊക്കെ എന്തോ ഒരു സാധനം ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. പ്രേമിക്കൂടൂ ആ മൊത്തം ഇരുട്ടാണേ, അതിനകത്തിരിപ്പാണേ, കത്തണ വെയിലെത്തും കണ്ണ് കാണാതിരിപ്പാണേ. ആദ്യത്തത് കിട്ടുന്നില്ല, എന്ത് വിധി അത് സാധനം കിട്ടുന്നില്ല. അപ്പൊ എന്തോ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കണം ജസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഞാൻ തന്നെ എന്ത് വിധി, ഞാൻ അവനെ കളിയാക്കിക്കൊണ്ട് തന്നെ മെസ്സേജ് ഇടുവാണ് വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തിട്ട്. ഞാൻ ഇങ്ങനെ എന്ത് വിധി, ഇത് വല്ലാത്ത ചതി. സൂപ്പർ ശരണ്യയില് അശുഭമംഗളകാരിണി എനിക്ക് തോന്നി, അയ്യോ ഇയാൾക്ക് ഇച്ചിരി ബുദ്ധിയുണ്ടല്ലോ എന്ന് തോന്നുന്ന സാധനമാണ്. കാരണം അശുഭമംഗളകാരിണി എന്ന് തുടങ്ങണമെങ്കിൽ കുറച്ചൊരു ധൈര്യം വേണം. സിനിമയിൽ നോക്കുമ്പോഴത്തേക്ക് അവൾ ആ പടിന്ന് അമ്മൂമ്മ വരുമ്പോ ചാടിയിരിക്കുന്ന സാധനം പലരും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഈ അശുഭവും മംഗളവും കൂടെ ചേർത്ത് വെക്കുകയാണല്ലോ. ആ ക്യാരക്ടറിന്റെ സ്വഭാവവും അങ്ങനെയാണ്. അവളെ എല്ലാവർക്കും ഇഷ്ടമാണ്, എങ്കിൽ ഭയങ്കര ഫ്ലിംസിയാണ്. എന്ത് ചെയ്താലും അവള് മറിഞ്ഞു വീഴും, അവിടെ ഇരുന്ന് ഉറങ്ങി അവിടെ ചെന്ന് തലയിടിക്കും. അങ്ങനത്തെ ഒരു റെഗുലർ പെണ്ണ്. ശ്യാമവർണ്ണ രൂപിണി കഠോര ഭാഷിണി പ്രിയെ പ്രേമലേഖനം നിനക്ക് ഞാൻ തരുന്നു ശാരദേ. ഇത് ശരിക്കും പഴയ കാലഘട്ടത്തിന്റെ ഒരു സംഗതിയാണ്. പക്ഷെ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ മ്യൂസിക് പ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ആക്ച്വൽ കിട്ടുകയും ചെയ്യും. എന്നാൽ ക്രിഞ്ച് അടിക്കത്തില്ല. കാശ് 10 എടുക്കാൻ ATM നിന്ന് അളിയുമ്പോ അവളുടെ പിൻ നമ്പർ പൊത്തിവെച്ചു. അതുപോലെ തന്നെ അവളുടെ മൊഞ്ചും പൊത്തിവെച്ചു. അപ്പൊ ഈ വാൽക്കണ്ണാടി എല്ലിൽ നിളയിൽ നോക്കി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് അതേ കണ്ടന്റിനെ ഇപ്പൊ പെൺകുട്ടികൾ മൊബൈൽ എടുത്തിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ടാണ് റെഡി ആവുന്നത്. എന്നെ വിലയഴകേ സ്വന്ന വിലക്ക് വാങ്ങ വരുവേ എന്നുള്ള ഒരു പാട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു പെണ്ണിനോട് ചോദിക്കാവുന്ന ഏറ്റവും മോശം ചോദ്യമാണ്, എന്താണ് നിന്റെ വില? ലിറിസിസ്റ്റ് സുഹേൽ കോയാണ് നമുക്കപ്പോൾ. ഹായ് സുഹേൽ. നമസ്കാരം. ചായ ഇരിക്കുന്നുണ്ട്, നമുക്ക് ചായപ്പാനിയിൽ തന്നെ തുടങ്ങാം. ചായപ്പാനി തപ്പിയിലെ റോഡരികെ തുടിപ്പഞ്ചാരി കൊട്ടിയിലെ കാതരികെ എന്ന് പറയുന്നത്. ഈ കാതരികെ എന്നൊക്കെയുള്ള പ്രയോഗം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കാറില്ല. പക്ഷെ അത് സുഹേലിന് കിട്ടുന്ന മീറ്റർ എന്നൊക്കെ പറയുന്നത് അസാധ്യ മീറ്ററുകളാണ്. ഈ ഇതിനകത്ത് എങ്ങനെയാണ് സുഹേൽ എഴുതി പിടിപ്പിക്കണമെന്ന് എനിക്ക് എപ്പോഴും സംശയം. ഇപ്പോഴത്തെ സിനിമകൾക്ക് ഒരു പ്രത്യേകതരത്തിലുള്ള മ്യൂസിക് തന്നെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടല്ലോ. പേസിങ് അങ്ങനെയായല്ലോ, കട്ട്സ് എല്ലാം അങ്ങനെയാണ്. പിന്നെ മിക്കതും പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്ക് തന്നു കഴിയുമ്പോഴാണ് പാട്ടിനുള്ള സമയം തുടങ്ങുന്നത്. പണ്ടത്തെ പോലെ നേരത്തെ കമ്പോസ് ചെയ്തിട്ട് പിന്നെ ഷൂട്ട് ചെയ്യുന്ന പരിപാടി കുറഞ്ഞല്ലോ. ശരിക്കും ഷൂട്ടിങ് കിടക്കും, കുറേ വിഷ്വൽസിങ് വരും, റഷസ് വരും. അപ്പോൾ അതിലോട്ട് മ്യൂസിക് ഡയറക്ടർ ഇരുന്ന് പണിഞ്ഞ് പെട്ടെന്ന് അതിന് ഫാസ്റ്റ് കട്ട്സ് വേണം, എൻഗേജിങ് ആക്കണം, എഡ്ജ് ഓഫ് ദ സീറ്റ് ഇരുന്ന ആളുകൾ കാണണം. ഇങ്ങനെ കുറേ നിബന്ധനകൾക്കുള്ളിൽ നിന്നാണല്ലോ ഇത് വരിക. അപ്പോഴത്തേക്ക് അത് ഇവർ നമുക്ക് തന്നു കഴിയുമ്പോൾ തന്നെ നമ്മളൊരു ചലഞ്ചിൽ പെട്ടു. പിന്നെ ഈ മീറ്ററിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ, ആ പ്രത്യേക സിറ്റുവേഷൻ്റെ ലിമിറ്റേഷൻ, പിന്നെ ഇതിൽ കാണിക്കുന്ന സീനുകൾക്ക് അപ്പുറത്തേക്കൊന്നും നമുക്ക് എഴുതാനും കഴിയില്ല. അതിൻ്റെ ആ സീനിൻ്റെ ലിമിറ്റേഷൻ. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് പിന്നെ എങ്ങനെയോ ഇതൊരു അപ്ലൈഡ് ഫോഴ്സ്ഡ് ആർട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ പണ്ടൊക്കെ വേഗം ജനലൊക്കെ തുറന്നിട്ടിട്ട് പാടമൊക്കെ നോക്കി അങ്ങനെയാണ് പോയറ്റ്സിനെയൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്നത്. പിന്നെ ഇത് വന്നപ്പോൾ ഇതൊരു മതി ടാർജറ്റൊക്കെ വെച്ചിട്ട് പണിയെടുപ്പിക്കുന്ന ഫീലാണ്. ഓയ്യോ കട്ടം പോലും അത് ശരിയല്ല, ആ വാക്കൊന്നും മറ്റേ ഇത് ഹിറ്റ് അടിക്കണം, 100 മില്യൺ കയറേണ്ടതാണ്, അത് ചെയ്യേണ്ടത് എൻ്റെ അമ്മോ. അപ്പൊ അങ്ങനൊരു വാക്ക്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു വാക്കിൽ അങ്ങ് കൊളുത്തി. അല്ലാതെ നമുക്ക് കുറേ സമയമില്ല. ഇപ്പൊ പണ്ട് നമ്മൾ കലാപാനിയിലേക്ക് പാട്ടുകളൊക്കെ ഇങ്ങനെ ഞാൻ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഡയലോഗ് കേട്ട് നമ്മൾ സമാധാനത്തിരുന്ന് കേട്ട് അടുത്ത പടം വരാൻ പിന്നെ ഇനി 4 മാസമുണ്ട്. അപ്പം ഒരു കണ്ടന്റ് വരാൻ ഇനിയും 4 months ടൈം ഉണ്ട്. ആ 4 മാസത്തിനുള്ളിൽ കേട്ട് ഇഷ്ടപ്പെടും ഇളയരാജ സാറിന്റെ പാട്ടുകൾ, റഹ്മാൻ സാറിന്റെ പാട്ടുകൾ. ഇപ്പൊ അതില്ല, മൾട്ടിപ്പിൾ കണ്ടന്റ്. അത് ഈ ഭാഷയിലെ മാത്രമല്ല ഇപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്നത്. ഹിന്ദി പാട്ട്, തമിഴ് പാട്ട്, ഇപ്പോൾ കാച്ചി സാറാന്ന് പറഞ്ഞൊരു പാട്ട് പെട്ടെന്ന് വരുന്നു, ഭയങ്കര വൈറലാകുന്നു. ആൾക്ക് ഏതാണ് എന്താണെന്നൊന്നും വലിയ അറിയില്ല, പക്ഷെ ഭയങ്കര വൈറലാകുന്നു. ശ്രീലങ്കൻ പാട്ടുകൾ വന്ന് ഇവിടെ വൈറലാകുന്നു, ആഫ്രിക്കൻ പാട്ടുകൾ അതിൻ്റെ ട്യൂണുകൾ ഹിറ്റാകുന്നു, ഇംഗ്ലീഷ് പാട്ടുകൾ, റാപ്പുകൾ ഹിറ്റാകുന്നു. അപ്പൊ ഇതിൻ്റെയൊക്കെ ഇടക്ക് നമ്മുടെ ഈ കുഞ്ഞു മലയാളത്തിൽ നമ്മളൊരു പയറ്റാണ് ഉണ്ടാക്കുകയാണ്. അതെ അത് ശരിക്കും അപ്പം ഭാഷയൊക്കെ ധാരണ ഉണ്ടാവണ്ടേ? ഇത് അതിന് പ്രേമിക്കൂടു. അപ്പൊ അങ്ങനെ ഒരു തെലുങ്ക് വാക്ക് വേണം. അപ്പൊ ഞാൻ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ഒക്കെ എടുത്ത് നോക്കാണ്. അപ്പൊ ഈ ട്രാൻസ്ലേഷൻ പക്ഷെ നമ്മൾ ഈ ലവർ എന്നൊക്കെ കൊടുത്ത പ്രിയതമേ എന്നൊക്കെ ആയിരിക്കുമല്ലോ വരിക. ഗൂഗിൾ അങ്ങനെയുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് പേടിയുള്ളൂ. അപ്പൊ ഞാൻ ഹൈദരാബാദുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഇങ്ങനെ ഗേൾ ഫ്രണ്ട്സിനെ എന്താ വിളിക്കുക, ആ ഒരു റെഗുലർ പരിപാടി വിട്ടിട്ട് കൊളോക്കലി നമ്മൾ വിളിക്കുമല്ലോ, എടാന്നൊക്കെയല്ലോ നമ്മളിവിടെ വിളിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു സാധനം. അപ്പൊ അവൻ കുറെ വാക്കുകൾ ഇങ്ങനെ പറയണ പോലെ. അപ്പൊ ഇങ്ങനെ എന്താ പറഞ്ഞു,
അപ്പൊ എന്തോ പറഞ്ഞപ്പോൾ ഒരു പ്രേമിക്കുടു ഒരു വാക്ക്, അത് ഞാൻ തമാശ പോലെ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് ആ വാക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഞാനപ്പം ശ്യാം പുഷ്കറിനും ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ ഞാനും വിഷ്ണുവും ശ്യാം പുഷ്കറും ഗിരീഷും കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ചുമ്മാ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഈ വാക്ക് ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ എനിക്കിത് ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പ്രേമിക്കുടു എന്നൊക്കെ എന്തോ ഒരു സാധനം ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ, അതിൻ്റെ അകത്തൊരു കൊഞ്ചിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പം പറയുമ്പോഴും രസമായിട്ട് ഇങ്ങനെ പ്രേമിക്കുടു അങ്ങനെയൊക്കെ പറയാനും കഴിയുമല്ലോ. സാറ് നന്നായിട്ട് അത് എക്സ്പ്രസ് ചെയ്തു. ഓ ഭയങ്കര രസമായിട്ട് എക്സ്പ്രസ് ചെയ്തു, ഭയങ്കര രസമായിട്ട്. അപ്പോഴത്തേക്ക് അത് കൂടെ കൊടുത്ത് അപ്പൊ അവർക്ക് ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു അതിനകത്ത് ഇപ്പൊ ചായപ്പാനി തപ്പിയിലെ എന്നൊക്കെ പാടുമ്പോൾ സുഹേലിന്റെ മനസ്സിനകത്ത് ഒരു റെൻഡറിങ് ഉണ്ടാവും. അപ്പൊ സാറ് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് സുഹേലിന് അത് കേൾക്കുമ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്തായിരുന്നു? എനിക്കത് ഭയങ്കര ഹാപ്പി ആയി. കാരണം ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ ഈ മാർക്കോസ് ചേട്ടൻ്റെ കാര്യം ഇടയ്ക്കൊക്കെ ഡിസ്കസ് ചെയ്യും പല ഇതിൽ. അപ്പൊ ദാസേട്ടൻ, മാർക്കോസ് ചേട്ടൻ, ഇവരൊക്കെ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ ഭയങ്കര നിറഞ്ഞു നിന്ന ആൾക്കാർ. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹമാണല്ലോ അങ്ങനെയുള്ളവരുടെ കൂടെയൊക്കെ. അപ്പം അതിൻ്റെ ഇങ്ങനെ ഡിസ്കഷനൊക്കെ ഞാൻ നിങ്ങൾ ഈ പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ ഗിരീഷും വിഷ്ണുവും കൂടെ എന്നെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇത് ഇങ്ങനെ മാർക്കോസ് ചേട്ടനെ കൊണ്ട് പാടിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ പൊളിയായിരിക്കും, വേറൊരു സംശയം വേണ്ട. അങ്ങനെ നമ്മൾ പാടുമോ, പിന്നെ പുള്ളി ഇനി നോ പറയുമോ എന്നൊക്കെ. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ചിലപ്പോൾ പുള്ളി ഒരു ഡേറ്റ് പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല ഞാൻ തൊണ്ട ശരിയല്ല 2 ദിവസം. ഞാൻ ചോദിക്കൂ പാട്ട് ഇഷ്ടപ്പെട്ട് കാണത്തില്ല, അതായിരിക്കും പുള്ളി എന്തെങ്കിലും പറഞ്ഞൊഴിയാന്ന് നിൽക്കുകയായിരിക്കും. പക്ഷേ പിന്നീട് പുള്ളി തന്നെ വിളിച്ചിങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, എല്ലാവരും അടുത്ത ദിവസം ഡേറ്റ് ഓക്കെയാണ് വന്നോളൂ മറ്റേ മനസ്സിലാണ്. അപ്പം പിന്നെയും നമുക്കൊരു പേടി വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇച്ചിരി ഒരു കോമിക് സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരു ഡപ്പാങ്കുത്ത് പാട്ടിന്റെ സ്വഭാവത്തിലേക്ക് ഇതിന്റെ വോയിസ് റെൻഡറിങ് വരുള്ളൂ. പക്ഷെ സാറിന് അത് ആദ്യമേ കിട്ടി. സാറിന് അത് വായിച്ച ട്യൂണും കേട്ടപ്പോൾ സാറിന് മനസ്സിലായി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിൽ കയറിയിട്ട് പുള്ളി ഫസ്റ്റ് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഓക്കെ പുള്ളിക്ക് മനസ്സിലായി കറക്റ്റ് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്. അതേപോലെ വിദ്യാരം മാസ്റ്ററെ കൊണ്ട് പാടിച്ചേക്കേണ്ട എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്, ഓക്കാപ്പുറത്തൊരു പിന്നിന്നൊരു അടി ഇത് എന്ന് പറയുന്നത്. അതിനകത്ത് അത് കഴിഞ്ഞിട്ട് ആ മൊത്തം ഇരുട്ടാണേ അതിനകത്ത് തിരുപ്പാണേ കത്തണ്ടവയിലെത്തും കണ്ണ് കാണാതിരുപ്പാണേ, സാറിന്റെ വോയിസ് അതിനകത്ത് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്താണ് നിങ്ങൾ മാസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. സൂപ്പർ സെലക്ഷൻ ആയിരുന്നു. ജസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു നമുക്കൊരു അവാർഡ് കൊടുക്കണം. ആ പാട്ടിന് അങ്ങനെ ഒരു സ്വഭാവമാണ് ഉള്ളത്. സങ്കടമാണ് അതിന്റെ ഉള്ളിലുള്ളത്, പക്ഷെ കോമിക്കായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പാളിപ്പോവും. അത് തന്നെ അത് ഭയങ്കര ട്രിക്കിയാണല്ലോ. ഇതിന്റെ അകത്ത് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു പ്രാർത്ഥന പോലത്തെ ഒരു പാട്ട്, ഇവന്റെ ഒരു നിലവിളി പോലെ, ഇവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നിലവിളി പോലെ. അപ്പൊ ദൈവമേ ദൈവമേ എന്നുള്ള സാധനം അങ്ങനെ വരും. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ, അപ്പം എൻ്റെ അടുത്ത് ജസ്റ്റ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇത് പാട്ട് എഴുതുന്നതിനും പറഞ്ഞു, വിദ്യാരം മാഷൊക്കെ ഒരു പ്രാർത്ഥന പോലെ ചൊല്ലിയാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ സുഹൃത്തുന്ന് ആലോചിച്ചേ. എങ്ങനെ ദൈവമേ, ജസ്റ്റിന് ആദ്യമേ ഒറ്റയടിക്ക് പറയണേ വിദ്യാരം മാഷ് ഇങ്ങനെ ദൈവമേ പഴയ ഏതോ പാട്ടിന്റെ ഒരു സൂചന തന്നിട്ട് പറയണേ, അങ്ങനെ പറഞ്ഞാൽ ഒരു ടോണില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലായി, സാധനം മനസ്സിലായി. അപ്പൊ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ പല ഒരു 4 വരി 5 വരി ഇങ്ങനെ എഴുതും. അപ്പൊ ഇങ്ങനെ തേടുന്നു നിന്നോട് തൊഴുത് നീ അവളെ എന്റെ പങ്കിലെഴുത്. അപ്പൊ അങ്ങനെ ഒരു റൊമാൻസ് ആണ് എഴുതണത്, ഒരു പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ അടുത്ത്. എഴുതുന്നു നിന്നോട് തൊഴുത് നീ അവളെ എന്റെ പങ്കിലെഴുത്, വിത്തിട്ട് മുത്തി മുളപ്പിച്ചൊരാശകൾ മാറ്റാതെ എൻ്റെ ഉള്ളിൽ നിന്ന് പിഴുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോമഡി എങ്കിലും അതിൻ്റെ ഒരു സാധനം ഉണ്ട്, ഒരു ചെറിയൊരു പോയറ്റിക് ഫോമും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം എഴുതി. അപ്പം ജസ്റ്റ് അതിന്റെ അതിരുന്ന് നിങ്ങൾ കമ്പോസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഈ ഒരു ട്യൂൺ ഇങ്ങനെ പറഞ്ഞു, നിന്നോട് അവൻ ഭയങ്കര മെലഡി ഉണ്ടല്ലോ, അതിനകത്തൊരു രസമുണ്ട്, അവൻ അത് കൊള്ളാം. അപ്പൊ അങ്ങനെ പിന്നെ അതിന് ഘട്ടം ഘട്ടമായിട്ട് കമ്പോസ് ചെയ്ത് അപ്പൊ പിന്നെ ഞാൻ ഇത് മൊത്തം ഇരുട്ടാണ്. അപ്പൊ ഇതിനൊരു കോറസ് സ്വഭാവം വെച്ച് അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അത് കോറസ് ആക്കാം, ഇതിന്റെ കണ്ടന്റ് ഇങ്ങനെ വെക്കാം. അപ്പൊ ഒരു ആദ്യത്തത് കിട്ടുന്നില്ല, എന്ത് വിധി അത് സാധനം കിട്ടുന്നില്ല. അപ്പൊ എന്തോ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഞാൻ തന്നെ എന്ത് വിധി എന്ന് ഞാനിങ്ങനെ അടുത്ത് പറയുന്നത്, ഞാൻ ഇത് എന്ത് വിധിയാണ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ അവനെ കളിയാക്കിക്കൊണ്ട് തന്നെ മെസ്സേജ് ഇടുവാണ് വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തിട്ട്. ഞാൻ ഇങ്ങനെ എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്, ഓർക്കാപ്പുറത്തിൻ്റെ പിന്നീന്നൊരു അടി ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ എഴുതി. അപ്പൊ എനിക്കറിയാം ജസ്റ്റിന്റെ ഒരു ഇഷ്ടം എനിക്കറിയാം, അവൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ തന്നെ തീ പോകാന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരും, മനസ്സിലായി. അപ്പോഴത്തേക്ക് അതുകൊണ്ട് എനിക്കറിയാം ഇവന് ഇത് ഇഷ്ടപ്പെടും, വേണതായിട്ട് പോകുമ്പോൾ ഇത് ഇഷ്ടപ്പെടും. ഇത് പൊളിയായിട്ടുണ്ട്, ഇത് നമുക്ക് ആദ്യം തന്നെ വെച്ച് അങ്ങ് കാരക്കാം എന്ന് പറഞ്ഞു.
അപ്പൊ അങ്ങനത്തെ ഒരു ഇത് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നടക്കുന്നുണ്ട്. സുഹൈൽ അതിന്റെ ബാക്കി വരെയും കൂടെ പറയൂ, ഭയങ്കര രസമാണ് ഇത് കേൾക്കാൻ. അപ്പൊ മൊത്തം ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്, കത്തണ വെയിലത്തും കണ്ണ് കാണാതിരിപ്പാണ്. അപ്പൊ പിന്നീടാണ് അതൊരു പ്രാർത്ഥന പോലെ മാറുന്നത്. കേഴുന്നു നിന്നോട് തൊഴുത് നീ അവളെ എന്റെ പങ്കിലെഴുത്, വിത്തിട്ട് മുത്തി വളർത്തിയ ഒരാശകൾ മാറ്റാതെ ഉള്ളിന്ന് പിഴുത്. അടിപൊളിയാണ്. ഫസ്റ്റ് തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത് സൂപ്പർ ശരണ്യയില് അശുഭമംഗളകാരിണി. അപ്പം എനിക്ക് തോന്നി അയ്യോ ഇയാൾക്ക് ഇച്ചിരി ബുദ്ധിയുണ്ടല്ലോ എന്ന് തോന്നുന്ന സാധനമാണ്. കാരണം അശുഭമംഗളകാരിണി എന്ന് തുടങ്ങണമെങ്കിൽ കുറച്ചൊരു ധൈര്യം വേണം. അപ്പം ഞാൻ നോക്കുമ്പോൾ സിനിമയിൽ നോക്കുമ്പോഴത്തേക്ക് അവൾ ആ പടിന്ന് അമ്മൂമ്മ വരുമ്പോൾ ചാടിയിരിക്കുന്ന സാധനം പലരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അത് ഭയങ്കര ബ്രില്യൻസ് ആണ്. 2 ഷോട്ട് വെച്ചിട്ടുണ്ട് അത് കൺവേ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഈ പാട്ടിന്റെ താളത്തില് ഈ ആൾക്കാർ ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതിന്റെ വരികൾ ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്ത് ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ വണ്ട് തിന്ന പൂരത്തി തണ്ടൊടിഞ്ഞ ചെമ്പരത്തി മണ്ട പോയ മണ്ടരിക്ക് മണ്ട പോയ തെങ്ങൊരുത്തി. പക്ഷെ എനിക്ക് തോന്നി അത് പെണ്ണൊരുത്തി എന്ന് എഴുതിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവും തോന്നി. കാരണം മണ്ടരിക്ക് മണ്ട പോയ പെണ്ണൊരുത്തി എന്നാണ് ഞാൻ മനസ്സിൽ കണ്ടത്. പക്ഷെ ഞാൻ പിന്നീട് ലിറിക്സ് ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് മണ്ടരിക്ക് മണ്ട പോയ തെങ്ങൊരുത്തി എന്നാണ് പാടുന്നത്. അങ്ങനെ പാടിയാലും ആശയം കമ്മ്യൂണിക്കേറ്റഡ് ആവും. ഉറപ്പായിട്ട്. അപ്പൊ ഞാനത് ഈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം വെക്കാന്ന് വെച്ചാൽ എല്ലാത്തിനും. അപ്പൊ ഈ അശുഭവും മംഗളവും കൂടെ ചേർത്ത് വെക്കുകയാണല്ലോ. അപ്പൊ ആ ക്യാരക്ടറിന്റെ സ്വഭാവവും അങ്ങനെയാണ്. അവളെ എല്ലാവർക്കും ഇഷ്ടമാണ് എങ്കിൽ ഭയങ്കര ഫ്ലിംസിയാണ്. എന്ത് ചെയ്താലും അവൾ മറിഞ്ഞു വീഴും, അവിടെ ഇരുന്ന് ഉറങ്ങി അവിടെ ചെന്ന് തലയിടിക്കും. അങ്ങനത്തെ ഒരു റെഗുലർ പെണ്ണ്. നമ്മളിപ്പം ഗിരീഷു അതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീമെയിൽ ക്യാരക്ടറെ നമ്മൾ കാണിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് മ്യൂസിക്, മുടി പറക്കുന്നു, കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യിച്ചു വിടുന്നു. ഇത് നമ്മൾ ഇങ്ങനെയാണല്ലോ കാണുന്നത്. ഇവർക്ക് ഫ്ലോസ് ഇല്ല. ആണുങ്ങളെ കാണിക്കുമ്പോൾ ഫ്ലോസ് ഒക്കെ ഉള്ള ഒരു മനുഷ്യരായിട്ടാണ്. ഇവർക്ക് ഫ്ലോസ് ഒന്നും ഇല്ലാത്ത പെർഫെക്റ്റ് വനിതകളായിട്ടാണല്ലോ സ്ത്രീകളെ ചിത്രീകരിക്കുക. അതിനെ ബ്രേക്ക് ചെയ്യാണ് ഗിരീഷ് ചെയ്യുന്നത്. ഗിരീഷ് അപ്പം അതിൽ പഴത്തുലിയൊക്കെ തിന്നിട്ട് കിടന്നുകൊണ്ടൊക്കെ വണ്ടിയൊക്കെ പിടിച്ച് അതിന് റെഗുലർ നമ്മൾ നമ്മുടെ പെങ്ങന്മാരെ കാണുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളെ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു കോൺട്രഡിക്ഷൻ. നമ്മൾക്ക് ഇവരെ കാണുമ്പോൾ ഇവർ ക്യൂട്ടാണ്, അടിപൊളിയാണ്, ഡ്രസ്സപ്പ് ഒക്കെ ചെയ്യും. പക്ഷേ ഇതുപോലെ തന്നെ ഇൻഹെറന്റ്ലി നമ്മളെ പോലെയൊക്കെ തന്നെ ഫ്ലോകളുള്ള മനുഷ്യന്മാർ എന്നുള്ള രീതിയിൽ. അപ്പം അത് ഒരു ഇത് വയ്ക്കാം. അപ്പം വണ്ട് തിന്നാത്ത പൂവാണ് അതിന്റെ ബ്യൂട്ടി എല്ലാം ഉണ്ട്, പക്ഷെ ഒരു വണ്ടിനും വേണ്ട. അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ സാധാരണ നിന്നെ കണ്ടാൽ വണ്ടുകൾ വന്നിരിക്കും പറയുന്ന അതേ എലമെന്റിനെ നമ്മൾ എടുത്ത് ട്വിസ്റ്റ് ചെയ്യാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു തണ്ടൊടിഞ്ഞ ഒരു ചെമ്പരത്തിയാണ്. മണ്ടരിക്ക് മണ്ടപോയത് നീ പാട്ടൊഴിഞ്ഞ ആകാശവാണിയാണ്. മനസ്സിലായി, പാട്ടൊക്കെ തീർന്ന ഒരു ആകാശവാണിക്ക് ആ പാടുള്ളൊരു ഗുണം പാട്ട് കേൾക്കണം എന്നുള്ളതാണ്. അപ്പൊ തോറ്റടിഞ്ഞ ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ ഹിസ്റ്ററിയെ തന്നെ നമ്മളത് തിരിച്ചു പറയാം. അപ്പൊ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ആ കോൺട്രഡിക്ഷനുകളെ വെച്ച് അങ്ങനെ ഒരു പാട്ടിലേക്ക് പോയി. അപ്പൊ ഞാൻ ആദ്യം ഈ അശുഭമംഗളകാരി ഇങ്ങനൊരു സാധനം എഴുതി. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് തോന്നി ഇങ്ങനൊരു വാക്ക് ഞാൻ ഇങ്ങനെ എഴുതാണ്, അശുഭമംഗളകാരി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ജസ്റ്റ് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് വാക്ക് ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെ ഒരു ഹുക്ക് പോലെ നിർത്തി അതിന് ചുറ്റിനൊരു പാട്ടുണ്ടാക്കിയാണ് ഇങ്ങനെ ഇതിനെ വെച്ചുകൊണ്ട്. അപ്പൊ ശരി, അങ്ങനെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് ഞാനൊരു അർത്ഥവും കൂടെ കണ്ടത്, ഈ അയാൾ പടിയിൽ ഇങ്ങനെ ചാടിയിരിക്കുന്നത് സത്യത്തിൽ അത് ഭയങ്കര ഒരു സാമൂഹ്യ വിമർശനവും കൂടെയാണ്. ആ പെൺകുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ആ പ്രായത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മുതിർന്ന തലമുറ ചില സാധനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ധവിശ്വാസത്തിന്റെ എലമെന്റിനകത്തൂടെ പോകുന്ന സാധനമാണ്. സത്യത്തിൽ അതില്ലെങ്കിലും പടിയെന്ന് താഴെ ഇരുന്നാലും പടിയിൽ മുകളിൽ ഇരുന്നാലും അയാൾക്ക് കിട്ടാനുള്ളതായും ഉണ്ടാക്കും. അപ്പം അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വാക്ക് വെച്ചു എന്നാണ് ഞാൻ കരുതിയത്. ഇല്ല അങ്ങനെ അത്രയും ഇതായിട്ടൊന്നും ഡീപ്പായിട്ട് പോയില്ല. പക്ഷെ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്. ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ ഈ രണ്ടിന്റെ ഇടക്കാണ് കറക്റ്റ്. കുറെ ട്രഡീഷണൽ വാല്യൂസിന്റെയും ഈ ന്യൂ ഇറ എന്ന് പറയുന്ന ഒരു സമയത്തിന്റെയും കറക്റ്റ് നടുക്ക് വന്ന് വീണ ആൾക്കാരാണ് നമ്മൾ. ഇത് എവിടെ കാല് വെക്കണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു പ്രശ്നവും കൂടെ ഉണ്ട്. അപ്പം കുറെയൊക്കെ നമ്മൾ അവിടെ നിന്നും എടുത്തു, കുറെയൊക്കെ പുതുമയിലേക്കും പോകുന്നു. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഇടക്കുള്ള ഒരു കോംപ്രമൈസ് എന്നുള്ള സാധനമാണ്. അപ്പൊ ഞാൻ വെച്ചാൽ വരികൾ വെക്ക അങ്ങനെ തന്നെ എന്നുള്ള സാധനം. ഈ മോസയിലെ കുതിരമീനുകളാണ് തുടങ്ങുന്നത് സുഹൈൽ. പക്ഷേ നമ്മളൊക്കെ സുഹൈലിനെ നെഞ്ചിലേറ്റുന്നത് ജാതിക്കാത്തോട്ടമാണ്. അതും അതിന്റെ മ്യൂസിക് എന്താ പറഞ്ഞ ജാതിക്കാത്തോട്ടം. അപ്പൊ നമ്മൾ പിന്നെ എന്ന് മാത്രമേ അത് കോമിക് സാധനമായി മാറുകയാണ്. അതായത് ലൈൻ ശ്രദ്ധിക്കുമ്പോഴും ലൈനപ്പുറത്തേക്ക് ഈ അവസാനം കൊണ്ടുവരുന്ന മൂളലും കൂടെ നമ്മൾ ഏറ്റെടുത്തിട്ട് പിന്നെ മൂളിയാ മതി
എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലായി തുടങ്ങി. അങ്ങനെ മാറുക എന്ന് പറയുന്ന ഒരു പാട്ടിന്റെ അസാധ്യമായ വിജയമാണ്. അന്ന് തകർത്ത് പാരിയ പടമാണ്. ആ സമയത്ത് ഈ പടത്തിന്റെ ഷൂട്ടൊക്കെ നടക്കുന്ന സമയത്ത് ഏതോ ഒരു പടം നടക്കും, പക്ഷെ വന്നു കഴിഞ്ഞത് അങ്ങ് ബോക്സ് ഓഫീസിൽ ഇടിച്ചങ്ങ് കയറിയില്ലേ. അപ്പോൾ പാട്ടെന്ന് പറയുന്നത് അസാധ്യമായിട്ട് പോയി. എവിടെയും നമ്മൾ അതിന്റെ ചെറിയ ബിറ്റ് കേട്ടാ വരെ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റിൽ തുടങ്ങുന്ന ഒരു സാധനമൊക്കെ ഇല്ലേ, ആ ഫ്ലൂട്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സംഗതി ഇത് പിന്നെ കേട്ട് 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 നമുക്ക് അതിന്റെ അറ്റവും മൂലയും വരെ മനസ്സിലായ ഒരു സാധനമാണ്. അത് എഴുതുന്ന സമയത്തുള്ള ഒരു സാധനം പറയും. തീർച്ചയായിട്ടും. അത് ഇപ്പൊ ഗിരീഷും ജസ്റ്റിനും ഞാനും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം. അപ്പൊ ഇതിന്റെ വിഷയങ്ങൾ സംസാരിക്കാം. അപ്പം അവൻ പറഞ്ഞു ഇതുപോലെയാണ്, 2 കുട്ടികളുടെ പ്രണയമാണ്, +2 പിള്ളേരൊക്കെയാണ്, അത്രയും വലിയ ഇതൊന്നുമല്ല. അപ്പോൾ അവരിങ്ങനെ ഇത് പറഞ്ഞു പോകുന്നതിന്റെ ഇടയ്ക്ക് വെച്ചു എവിടെയോ ഇങ്ങനെ ഒരു ജാതിക്കത്തോട്ടത്തിൽ, അവിടെ ഒരു ജാതിക്കത്തോട്ടുണ്ട് സ്കൂളിന്റെ ബാക്കിൽ, അപ്പം അവരവിടെയാണ് പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ജാതിക്ക എന്ന് പറയുന്ന സാധനമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനൊരു ആലപ്പുഴക്കാരൻ തന്നെ. ഈ അങ്കമാലി സൈഡിലൊക്കെയാണ് തോട്ടങ്ങളും കൃഷി. ഇവരുടെയൊക്കെ ലൈഫിൽ ഇപ്പൊ ജസ്റ്റിനും ഗിരീഷും ഒക്കെ ആ സൈഡിലുള്ളവരാ. ഇവരുടെയൊക്കെ ലൈഫിൽ ജാതിക്ക അച്ചാറും ഇതൊക്കെ ഉണ്ട്. ഞാനത് കഴിച്ചിട്ട് പോലും ഇല്ല. അപ്പോഴത്തേക്ക് എനിക്കപ്പൊ ഈ ജാതിക്കത്തോട്ടം എന്ന് കേട്ടപ്പോ ഭയങ്കര പുതുമ തോന്നി അതിൻ്റെ അകത്ത്. അവർക്കത് ഭയങ്കര യൂസ്ഡ് സാധനമാണ്. എനിക്ക് ഇപ്പൊ നമുക്ക് കുട്ടനാട് വെള്ളം കരിമീൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഡ് ആയെന്ന പോലെ തന്നെ ഇവർക്ക് ജാതിക്ക് ഭയങ്കര യൂസ്ഡ്. അപ്പം എനിക്ക് അതിലെങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ഞാൻ ഡിസ്കഷൻ കഴിഞ്ഞ് ഞാനിങ്ങനെ പോയിട്ട് നമ്മൾ എടപ്പള്ളി ജംഗ്ഷനിൽ ഇങ്ങനെ കാറിൽ ഇങ്ങനെ ഇരിക്കാം, ബ്ലോക്കിങ് ഇരിക്കും. അപ്പം ഞാൻ എനിക്കിങ്ങനെ ഒരു തോട്ട് വന്നിട്ട് ഞാൻ മൊബൈലാണ് എഴുതുന്നത്. അപ്പോൾ മൊബൈലിൽ ഇങ്ങനെ ചുമ്മാ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ അപ്പം തന്നെ ജസ്റ്റ് ഇങ്ങനെ 4 വരി ഇങ്ങനെ മൂളിയിട്ട് ഞാൻ ഇങ്ങനെ ജാതിക്കത്തോട്ടം ഇങ്ങനെ മൂളുക, ജാതി നോട്ടം എൻ്റെ ഉള്ളിൽ പന്ത് പോലൊരു 2 കയറ്റം കണ്ട കള്ള പെരുമാറ്റം എന്ന് പറഞ്ഞു. ഞാൻ ഇതൊരു മാപ്പിളപ്പാട്ട് പോലെ ഇരിക്കുകയാണ്, നിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ചെയ്യും. എനിക്ക് ഇങ്ങനെ ഒരു വാക്കുകൾ വന്നു എന്നാണ്. അപ്പം ഓക്കെ. അപ്പൊ ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റർ, പുള്ളി എൻ്റെ പ്രൊഡ്യൂസർ, ജോമോനും ഷമീർ ആയിരുന്നു പ്രൊഡ്യൂസർ. അപ്പം അവനും അയച്ചു കൊടുത്തു. അപ്പം അവരും പറഞ്ഞു എനിക്ക് ജാതി നോട്ടം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വർക്കായി സംഭവം ഭയങ്കര. അപ്പൊ പക്ഷെ ഇതിന്റെ ട്യൂൺ എങ്ങനെ വന്നില്ലെങ്കിൽ ഇത് ഈ നേരത്തെ നമ്മൾ ഈ ക്രിഞ്ചിന്റെ കാര്യം പറയുന്ന പോലെ ഇതിലോട്ട് പോകാന്നുള്ള പേടി. ഇതൊരു തിൻ ലൈനാണല്ലോ. നമ്മളതിന്റെ മ്യൂസിക്കലി സൗണ്ടിങ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ അങ്ങനെ പറയിച്ചാലേ ശരിയാവത്തുള്ളൂ. അപ്പം അത് പേടിച്ചിട്ടാണ് നമുക്ക് അയ്യോ ഇങ്ങനത്തെ സ്ഥലത്തോട്ട് കൈവെക്കാൻ. ഇപ്പം മലയാളം പാട്ടുകൾ ഇതിന് മുന്നേ ഉള്ളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി ഈ ഏരിയയിലോട്ട് വരാൻ ഭയങ്കര മടിയായിരുന്നു മലയാളം പാട്ടിന്. ഞാൻ അതിന് ഭയങ്കര ഓണർഷിപ്പ് എടുക്കല്ല, മറിച്ച് ഞാൻ പറയുകയാണ് അതിന് എൻ്റെ ഒരു ഒബ്സർവേഷൻ പറയാം. ഐ കുഡ് ബി റോങ്. പക്ഷെ ഒരു പരിധി വരെ മലയാളം പാട്ട് ഈ പറഞ്ഞ പോലെ വളരെ സോഫ്റ്റ് വേർഡ്സും ഭയങ്കര ചലഞ്ചിങ് ആയിട്ടൊന്നും വെക്കാതെ ഇപ്പൊ ഭാസ്കരൻ മാഷ് കൊണ്ടുവന്ന ഒരു ശാഖയുണ്ടല്ലോ, ആ ശാഖനെ പിന്നെ ആരും പിടിച്ചില്ലാത്ത പോലെ തോന്നി. ഇടയ്ക്കൊക്കെ യൂസുഫലി സാഹിബൊക്കെ ഇടയ്ക്കുണ്ടെങ്കിലും അതങ്ങോട്ട് പിടിച്ചിട്ട് ഇപ്പൊ വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന ആ സാധനം ആരും പിടിക്കാത്ത പോലെ തോന്നിയിട്ടുണ്ടോ എനിക്ക് മനസ്സിലായി. എനിക്ക് ആ കൊളോക്കൽ സാധനങ്ങളിലേക്ക് വരുന്നില്ല എന്നൊരു തോന്നലുണ്ട്. തമിഴിൽ കൊണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട്, ഹിന്ദിയിൽ ഉപയോഗിക്കുന്നുണ്ട്, പഞ്ചാബിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ഭയങ്കര ലോക്കൽ സാധനങ്ങളൊക്കെ പൂക്കൾ പൂത്ത് ആ സെല്ലെന്നുള്ള വാക്കൊക്കെ നിസ്സാരമായിട്ട് ഇംഗ്ലീഷ് വാക്ക് അതിനകത്ത് ഇരിക്കും, പക്ഷെ ഭയങ്കര മെലഡിയിലും ഭംഗിയായിട്ടിരിക്കും. അപ്പൊ കൊതിയാണല്ലോ നമുക്ക്. എന്റെ അമ്മ ഇത് എങ്ങനെ സാധിച്ചെടുക്കുന്നത്. മെൽബൺ എന്നൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ ഇങ്ങനെ ബോണെന്നൊക്കെ ആക്കിയിട്ടേ. അപ്പൊ ഞാൻ വെച്ചാൽ ഇതിനെ പറയുന്നതിന്റെ ശൈലിയാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷ് വാക്ക് വയ്ക്കുന്നതിലല്ല, അതിന്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആക്കാൻ നോക്കിയാൽ അടിപൊളിയാവില്ല. അതിന് ഇപ്പൊ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയിൽ അപ്പൊ ലവ് സ്റ്റോറി എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് തന്നെ വളരെ മനോഹരമായിട്ട് ലവ് സ്റ്റോറിയാ എന്നുള്ള രീതിയിലാണ്. ഞാൻ ഇപ്പൊ ജസ്റ്റ് സംസാരിക്കും, നമുക്ക് ഇങ്ങനെ പാടിച്ചെടുത്താൽ നമുക്ക് ഇംഗ്ലീഷും വെക്കാം, എവറിഡേ തിങ്ങും വെക്കാം. കാരണം ഇപ്പൊ നമ്മൾ ഈ യങ്സ്റ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവരുടെ സാധനം പുഴയും ആലിന്റെ തീരവും പാടവും ഒന്നും അവരുടെ ഏരിയയേ അല്ല. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. നമ്മൾ എത്ര വട്ടം ആവർത്തിച്ചാലും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഒരു നൊസ്റ്റാൾജിക് വാല്യൂക്ക് പഴയ പാട്ടുകൾ വീണ്ടും വീണ്ടും കേൾക്കുന്നുണ്ട്. അതിനർത്ഥം അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല. ആരും കൊതിക്കും ഒരാൾ വന്ന് ചേരുമെന്നാരും സ്വകാര്യം പറഞ്ഞതാകാം എന്ന് പറഞ്ഞൊരു കാത്തിരിപ്പ് പോലത്തെ എല്ലാവരെയും വരും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു കാത്തിരിപ്പൊന്നും ആർക്കും ഇല്ല. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ വിരഹം എന്ന് പറയുന്നത് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ നമ്മളെ ബ്ലോക്ക് ചെയ്തു. അതാണ് വിരഹം ഇപ്പോഴത്തെ ജനറേഷൻ. അതെങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും? മനസ്സിലായി. അപ്പൊ നമ്മുടെ തോട്ട് അങ്ങോട്ട് പോവാ. ഇതെങ്ങനെ നമുക്ക് ഇതിലേക്ക് ഇതാക്കാം? ഇപ്പൊ നമ്മൾ ഇപ്പം ഒരു ATM വാതിക്കെ നിൽക്കുമ്പോൾ ഒരു പെണ്ണിനെ കാണുന്നതായിട്ടാണ്
ചായപ്പാനി തപ്പിയിൽ ഒരു ഇമേജറി നമ്മൾ വെച്ചിരിക്കുന്നത്. കണ്ടവളെ സുന്ദരിയെ പുഞ്ചിരിയെ കാശ് 10 എടുക്കാൻ ATM നിന്ന് അളിയുമ്പോ അപ്പൊ അവള് 2 സാധനം മറച്ചു വെച്ചു എന്ന് പറയാം. പൊത്തി വെച്ച് പിന്ന് അവളുടെ പിൻ നമ്പർ പൊത്തി വെച്ചു. അതുപോലെ തന്നെ അവളുടെ മൊഞ്ചും പൊത്തി വെച്ചു എന്ന് പറയണം. പിന്നെ പൊട്ടു കുത്താൻ വേണ്ടിയിട്ട് അവള് ഫോൺ എടുത്തു എന്ന് പറയാം. അപ്പൊ ഈ വാൽക്കണ്ണാടി എല്ലിൽ നിളയിൽ നോക്കി സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് അതേ കണ്ടന്റിനെ ഇപ്പൊ പെൺകുട്ടികൾ മൊബൈൽ എടുത്തിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ടാണ് റെഡി ആവുന്നത് എന്ന സ്ഥലത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണമല്ലോ. അപ്പം അതാണ് എൻ്റെ ഒരു പ്രയത്നം. അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, എങ്ങനെ നമുക്ക് ഇത് യങ്സ്റ്റേഴ്സിലോട്ട് അതേ റൊമാൻറ്റിസിസം അല്ലെങ്കിൽ അതേ ഉപമകളെ നമ്മൾ ഇന്നത്തെ ജനറേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിനെ ഒട്ടും മോശമാക്കാതെ തന്നെ, മറിച്ച് നമ്മുടെ ഭാഷയിൽ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ നുണുക്കുമണികളിലൂടെ എങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ ഓരോ തവണയും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. കാരണം പുതിയ ജനറേഷൻ അല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ മിസ് യു എന്ന് പറയാൻ മലയാളം ഇല്ല എന്ന് പറയും. നിന്റെ ഒഴിവ് എന്നുള്ള സ്ഥലമാണത്. അപ്പൊ അതെന്താണ്, അതില്ലാതെ ആയിപ്പോയതല്ല, മറിച്ച് നമ്മളില് ഇവ ഞാനൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാർ ആ ഏരിയയിലോട്ട് വർക്ക് ചെയ്യുക, പണിയെടുക്കാതെ. പക്ഷെ അതിന് സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചത് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ സാധനം എടുത്ത് വെക്കുകയാണ്. അതേ പറയാം, ഒരു മാത്രം വെറുതെ എന്ന് പറയുന്ന സ്ഥലത്ത് പോലെ. അപ്പം അങ്ങനെ എടുക്കുകയാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെ കൊണ്ടുവരികയാണ്. തമിഴില് കാതൽ അണുക്കൾ ഉടമ്പിൽ എത്തനെ, ന്യൂട്രോൺ ഇലക്ട്രോൺ നീലക്കണ്ണിൽ മൊത്തം എത്തനെ. അപ്പൊ അതില് നമുക്ക് ഭയങ്കര നീ ന്യൂട്ടനിൻ വിധിയ. അപ്പൊ ദൈവം എന്ന് പറയുന്ന സാധനത്തെ തന്നെ റിപ്ലേസ് ചെയ്ത് സയൻസിനെ സയന്റിഫിക് സാധനങ്ങളെ കൊണ്ടുവരികയാണ്. അപ്പം രതിസുഖസാരമായി ദേവി നിന്നെ വാർത്തൊരാ ദൈവം കലാകാരൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നീ ന്യൂട്ടന്റെ വിധിയാണോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്ന ഒരു ജമ്പ് ഉണ്ടല്ലോ, ഒരു മനോഹരമായ ഒരു ജമ്പ് ഉണ്ടല്ലോ. ഭയങ്കര സ്ട്രെയിനുള്ള പരിപാടിയാണത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചിടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഇതിനെ അക്സെപ്റ്റ് ചെയ്തെടുക്കാതിനേക്കാളും പാടാണ്. അല്ലെങ്കിൽ തമിഴ് ജനതയൊക്കെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ, മലയാളികൾ അത്രയും ഫ്ലെക്സിബിൾ ആണ്, ഭയങ്കര പാടാണ്. ഈ ചേഞ്ച് കൊണ്ടുവരുമ്പോൾ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യപ്പെടും, ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും, റൈറ്റ്ഫുള്ളി സോ. അപ്പം നമുക്ക് പേടിയാ ഒരു മാറ്റവും ചേഞ്ച്, പുതിയ വാക്കുകൾ പുതിയ ഉപമകൾ കൊണ്ടുവരാൻ പേടിയാ. പക്ഷെ അതിന് ഈ റൈറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ വന്നു എന്ന് പറയാം. ഇപ്പം സുഷിനാവട്ടെ, ജസ്റ്റിനാവട്ടെ, വിഷ്ണു, മിഥുൻ മുകുന്ദൻ, അങ്കിത് മേനോൻ, ഒരുപാട് ഡിഫറെന്റ് സൗണ്ട് കൊണ്ടുവരുന്ന ആൾക്കാർ വന്നു, ഷാൻ റഹ്മാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഇതിൽ തന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റൈല് മനസ്സിലാക്കുന്ന ഒരു പാട്ടും കൂടെ ഉണ്ട്. ശ്യാമവർണ്ണ രൂപിണി കടോര ഭാഷിണി പ്രിയെ പ്രേമലേഖനം നിനക്ക് ഞാൻ തരുന്നു ശാരദേ. ഇത് ശരിക്കും പഴയ കാലഘട്ടത്തിന്റെ ഒരു സംഗതിയാണ്. പക്ഷെ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ മ്യൂസിക് പ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ആക്ച്വൽ കിട്ടുകയും ചെയ്യും, എന്നാൽ ക്രിഞ്ച് അടിക്കത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള വരികളും കൂടെ ഒന്ന് അതിൻ്റെ അപ്പൊ അതിനകത്ത് ഇങ്ങനെ കൊച്ചു സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അത് നമ്മുടെ ഷമീർ മുഹമ്മദ് എഡിറ്ററിന്റെ സജഷൻ ആണിത്. അപ്പം ഈ പാട്ടിങ്ങനെ അവര് ടൂറൊക്കെ പോകുമ്പോ പണ്ട് പാടുമായിരുന്നു. സ്കൂളിൽ കോളേജിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ ഇവരെല്ലാം പാടും, ശ്യാമവർണ്ണ രൂപിണി. അപ്പൊ തൃശ്ശൂർക്കാർക്കൊക്കെ ഇത് ഭയങ്കര സുപരിചിതമാണ്, എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കേട്ടു ഞാൻ നല്ല രസമുള്ളൊരു ശ്യാമവർണ്ണ രൂപിണി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് അവളുടെ കളറിനെ പറഞ്ഞുകൊണ്ടിട്ട് ഒരല്പം സന്ധ്യയുടെ നിറം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ശരി. അപ്പോൾ അതിന് വെച്ചിട്ട് അതേ മീറ്ററിൽ ഇനി നമ്മളുടെ കാര്യം പറഞ്ഞു, എൻ്റെ അമ്മ അത് നമുക്ക് പണിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനകത്തുള്ള സാധനങ്ങൾ മൊത്തം തിങ്കളാഴ്ച ബോട്ടണി പരീക്ഷ പാതി തീർന്നതും അങ്ങനെ. അപ്പൊ ഞാൻ അങ്ങനത്തെ എലമെന്റുകൾ നമ്മുടെ ക്ലാസ്സിലും അല്ലെ അന്ന് നിന്റെ വീട്ടിൽ വീണ ഒരു പന്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മതിൽ ചാടി നിന്റെ വീട്ടിൽ വന്ന് നിന്നെ കണ്ടത് എന്നുള്ള കുഞ്ഞി നമുക്ക് മനസ്സിലാവുന്ന എലമെന്റുകൾ അവിടെ കൊണ്ടുവച്ച് അതിന് അതേ മീറ്ററിൽ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞാൽ വേറെ മീറ്റർ വേണ്ട, വേറെ ഒന്നും വേണ്ട. ഇതേ ഇതിലിങ്ങനെ ഒരു ബസ്സിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ കൈകൊട്ടി ഇങ്ങനെ എല്ലാവരും എന്ന് പാടുന്ന രീതിയിൽ അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അത് അങ്ങനെ പോയി. പക്ഷെ അത് അസാധ്യമായിട്ടുള്ള പ്രയോഗങ്ങളാണ് ഇതിനകത്ത് എല്ലാം കൊണ്ടുവരുന്നത്. ഇപ്പൊ ജോയില് ശരിക്കും ഈ പുറത്തുനിന്ന് അകത്തേക്ക് കഥ തുറന്ന് വന്ന് നിൽക്കുമ്പോ പകച്ചു നിൽക്കുന്ന അതെ പിന്നെ ഈ ഗമ്മ് കൊണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ചു ഈ അച്ഛൻ കാണാതെ പുറത്തേക്ക് പോകുന്ന
കമ്മ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ ഈ കമ്മ് ഗമ്മ് ദമ്മ് കൊണ്ടുവരുമ്പോൾ ഇതിനകത്തൊരു എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു ആദ്യത്തെ വരികൾ കേൾക്കുമ്പോൾ. ഇതൊക്കെ ഈ പിള്ളേർ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അച്ഛൻ ഇല്ലാത്തപ്പോൾ പോവരുത് എന്ന് പറയുന്ന ഒരു ആശയം കൂടെ വന്നപ്പോൾ എനിക്കിത് എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. പക്ഷെ എങ്കിലും എനിക്കൊരു സാങ്കേതികമായ ഒരു പ്രശ്നം തോന്നിയത് ഇതിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് പോകുമെന്ന് സുഹൈൽ ശരിക്കും സങ്കടപ്പെടാറുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? അതായത് ഇപ്പൊ ഗമ്മും പിന്നെ ഈ പറയുന്ന വലിയൊക്കെ ഇതിനകത്ത് കൊണ്ടുവരുമ്പോൾ ഇത് ഗ്ലോറിഫൈഡ് ആവുമെന്നൊരു പേടിയുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ ഞാൻ അത്രയും പൊളിറ്റിക്കലി ചിന്തിക്കാറില്ല ഇങ്ങനെ എഴുതുമ്പോൾ. അതാണ് സത്യം. പിന്നെ അത് ചിന്തിക്കേണ്ടതാണ്, അല്ലെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അതിനെ വില കുറച്ച് കാണല്ലോ ഒരിക്കലും. മറിച്ച് പക്ഷെ ഞാൻ അങ്ങനെ അത്രയും ഡീപ്പ് ചില കാര്യങ്ങൾ മാത്രം നമ്മളൊന്നും ഇപ്പോ അത് പറയുന്നതിന് മുമ്പ് ആ വരികളൊന്ന് പറയൂ ജോൺ ജോയിലെ. ഓക്കെ. അത് അപ്പോൾ ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു സാധനം പറയാം. അപ്പൊ ഞങ്ങള് കോവിഡ് സമയമാണ്, ഇത് ഭയങ്കര ലോക്ക്ഡൌണും ബഹളവും ഒക്കെ. അപ്പോഴത്തേക്കും എന്നെ അരുൺ ഭായി വിളിച്ചിട്ട്, ഡയറക്ടർ വിളിച്ച്, എനിക്കിങ്ങനെ ഒരു പാട്ട് ഉണ്ട്, അപ്പം ഗോവിന്ദനെ വിളിക്കും, ഞാൻ സംസാരിക്കും. അപ്പോൾ ഗോവിന്ദൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഒരു പമ്പ് സാധനമാണ്, ആദ്യം ചെയ്യുന്നതല്ലേ? അതെ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു പവർ സാധനമാണ്, ഇങ്ങനെ ഒരു ബാൻഡ് പാട്ട് പോലെ ഇരിക്കും. അപ്പം ഞാൻ അയച്ചു തരാം, നീ എന്താണെന്ന് വെച്ചാൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ അയച്ചു തന്നു. അപ്പം ഇവര് എൻ്റെ അടുത്ത് പിന്നെ ഇതിന്റെ കഥ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഞാൻ എഴുതിയപ്പോ ഇതൊക്കെ സീനിലുള്ളത് തന്നെയാണ്. ഇവർ ഓൾറെഡി ഷൂട്ട് ചെയ്ത, അതാണ് ഇവര് ഈ പുകവലിക്കാൻ പോകുന്നതും ബബിൾഗം വാങ്ങിക്കുന്നതും ഒക്കെ സിനിമയിലുള്ള, ഞാനത് അറിഞ്ഞുകൊണ്ട് എഴുതിയതല്ല. അപ്പൊ എൻ്റെ തന്നെ എടാ ഫ്രണ്ട്ഷിപ്പാണ്. ഒരു കോവിഡ് സമയത്ത് അപ്പൊ ഇവന്മാർക്ക് വേറെ സ്ഥലമൊന്നും ഇല്ല, അവന്മാര് എല്ലാവരും കൂടെ കറങ്ങി നടക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എൻ്റെ ഒരു +2 കാലത്തില്, അപ്പൊ ഞാൻ ഇത് പുകവലിക്കുന്ന ആളല്ല, അപ്പൊ എൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും പുകവലിക്കാത്ത സമയത്ത്. അപ്പൊ ഇവന്മാർ ഇത് കഴിഞ്ഞ ഉടനെ ബബിൾഗം വാങ്ങി ഈ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെനിക്ക് പരിചയമുണ്ട്. അപ്പൊ എനിക്കൊരു ബബിൾഗം വാങ്ങിച്ചു തരും, നമ്മൾ വെറുതെ തിന്നുമല്ലോ. അപ്പോഴത്തേക്കും എനിക്ക് ഇതൊരു ഒരു ഇമേജറി ഭയങ്കരമായിട്ട് ഇങ്ങനെ തലയിൽ കിടന്നു. അപ്പൊ ഞാൻ ഇവന്മാരല്ലേ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ടൂറൊക്കെ പോകുമ്പോൾ ഏതൊരു നല്ല സ്ഥലം കണ്ട ഒന്ന് ചോട്ടം വലിക്കും, അങ്ങനത്തെ സ്ഥലത്തിലേക്ക് പോകുമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഈ സ്ഥലവും ഇതുമായിട്ട് എന്താ ബന്ധം? നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലല്ലേ. അപ്പൊ ഞാൻ ഇതൊക്കെ ചെറുത് തലയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം. പക്ഷെ എനിക്ക് ആ തോട്ട് ഇഷ്ടമാണ്, ഒരു പുഴയുടെ തീരത്ത്. അപ്പൊ അടുത്തൊക്കെ പുഴയരികത്ത് ദമ്മ്, പുകമണത്തിന് ഗമ്മ്, പുലരും നേരത്ത് കഥ കനങ്ങുമ്പോ പകച്ചു നിൽക്കണം അമ്മ. അപ്പൊ നമ്മൾ ഇറങ്ങി പോയിട്ടൊക്കെ തിരിച്ച് രാത്രി കയറി വരുമല്ലോ. വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല, വീട്ടുകാർ വിചാരിച്ച് നമ്മളെ മുറിക്കകത്ത് കിടക്കാണ് തിരിച്ചു കയറുമ്പോ. അപ്പം പൊടി വലിച്ചൊന്ന് തുമ്മ്, നമ്മൾ ട്രൈ ചെയ്യണം ന്യൂ തിങ്സ്. അപ്പൊ അതിന്റെ അപ്പൊ പബ്ജി എന്ന് പറയാം. അപ്പൊ ആ സമയത്ത് പബ്ജിയാണ് ഫുള്ള് ഈ കോവിഡ് സമയത്ത്. അപ്പൊ പബ്ജി കളിച്ച് കമ്മ് എന്തെങ്കിലും കമ്മ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ എലമെന്റുകൾ പുതിയ ആൾക്കാരുടെ. അപ്പൊ ഞാനെപ്പോഴും ഞങ്ങള് കോവിഡ് സമയത്ത് ടെറസിനെ വിളിക്കുമ്പോൾ അപ്പുറത്ത് സൈഡിൽ ഇരുന്നിട്ട് കൊല്ലടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അലറാണ്. അപ്പൊ നമ്മളൊക്കെ ഒരുത്ത പടിയിലിരുന്ന് കളിക്കും ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. ഞാൻ എന്ത് കളിക്കുന്നത് പബ്ജിയാണ്. അപ്പൊ ഒരുത്ത നിന്ന് പാക്കറ്റ് ഫുഡും കഴിച്ചുകൊണ്ടിരുന്ന് കഴിക്കും. അപ്പൊ ഇങ്ങനത്തെ ഇമേജറികൾ തലയിൽ തങ്ങും. അപ്പൊ അത് മാക്സിമം പാട്ടിലോട്ട് കൊണ്ടുവരാൻ നോക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു സുഹൈലിന് അത്യാവശ്യം 30 കഴിഞ്ഞ ആളാണ്. പക്ഷേ എഴുത്ത് കാണുമ്പോഴത്തേക്ക് എനിക്കൊരു 17-18 വയസ്സുകാരൻ എഴുതിയ ഫീലാണുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സുഹൈൽ എങ്ങനെയായിരിക്കും പിള്ളേരുമായിട്ടായിരിക്കും കമ്പനി എന്ന്. കാരണം സുഹൈലിന്റെ വാക്കുകളൊക്കെ എന്ന് പറയുന്നത് പിള്ളേർ ഏറ്റു പറയുന്ന വാക്കുകളാണ്. എനിക്ക് തോന്നുന്നു സുഹൈലിന് എല്ലാം കമ്പനിക്കാരെല്ലാം 15-18 വയസ്സായിരിക്കും. കുറെ കമ്പനിക്കാരുണ്ട്, ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഭയങ്കര യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, നമ്മുടെ സെയിം ഏജ് ആൾക്കാരുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ എനിക്കൊരു ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അങ്ങനത്തെ ഒരു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഒരു ഗുണം സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഭയമില്ല ഇതിലൊരു അപ്രോച്ച് ചെയ്യാൻ. ഇന്ന വാക്കൊക്കെ ഇപ്പൊ നമ്മൾ കുറച്ചധികം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രാഫ്റ്റിനെ പറ്റി ബോധം വരും. ഈ ബോധം വന്നാൽ നമുക്ക് പേടി കൂടും. നമുക്ക് മനസ്സിലാവും എൻ്റെ അമ്മേ ഇപ്പൊ റഫീഖ് അൻവർക്കൊക്കെ എഴുതുന്ന പോലെ നമുക്ക് ഒരിക്കലും എഴുതാമല്ലേ. എൻ്റെ ജോൺറേ അല്ല അത്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോൺറാണ്. അൻവർക്കൊക്കെ എഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അദ്ദേഹം ആ ട്രഡീഷണൽ സാധനത്തിനെ തന്നെ വേറൊരു തലത്തിലേക്ക് വേറെ ചിന്തകൾ കൊണ്ടുവന്ന് വെക്കുകയാണല്ലോ. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അൻവറിക്കാതെ പ്രാന്തം കണ്ടൽ എന്നൊക്കെ പറഞ്ഞ പാട്ടുകളൊക്കെ ഭയങ്കര മനോഹരം. ഞാൻ എങ്ങനെ എഴുതുന്നത് റഫീഖ് അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പൊ പക്ഷേ ഈ ലിറ്ററേച്ചർ ഞാൻ ചാരികത്തോട്ട് എഴുതി കഴിയുമ്പോൾ എന്നെ ശരത്തേട്ടൻ വിളിക്കാൻ, ശരത്ചന്ദ്ര വർമ്മ പുള്ളി എന്നെ ആദ്യം വിളിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ആൾക്ക് പരിചയം പോലും ഇല്ല. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു കോള് വരാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് നിന്റെ എഴുത്ത്, അത് ഭയങ്കര ഇതാണ്, അതിനൊരു പ്രത്യേക ധൈര്യം വേണം. അത് നീ ഞാൻ ഔട്ട്സൈഡർ ആയതുകൊണ്ട് ഉള്ള ധൈര്യമാണ്. അപ്പൊ അതെപ്പോഴും കീപ്പ് ചെയ്യണം, നീ അതിൽ പെട്ടുപോകരുത് വീണ്ടും.
എന്നാൽ ആദ്യമേ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, അതെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ താങ്ങിയിരുന്നു. കാരണം ആ ഔട്ട്സൈഡറിൻ്റെ ഒരു ധൈര്യമുണ്ട്. നമ്മൾ ഇപ്പം ഇപ്പോൾ പൊളിറ്റിക്സിലൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ പെട്ടെന്നൊരു സ്വീകാര്യത, ഇപ്പം ആപ്പിനൊക്കെ ഉണ്ടായ ഒരു സ്വീകാര്യതയുടെ ഒരു കാര്യം ഔട്ട്സൈഡർ എന്നുള്ളൊരു തന്നെ. ഈവൻ ട്രംപിനാണേലും മോശം രീതിയിലാണേലും ട്രംപിനൊക്കെ വന്ന സ്വീകാര്യത അതാണല്ലോ, ഒരു ഔട്ട്സൈഡറാണ് അയാൾ. പൊളിറ്റിക്സിന്റെ പഴയ ഭയങ്കര മര്യാദ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും അല്ല പറയാം, നേരെ ഉള്ള വേറെ കാര്യങ്ങളൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ നമുക്കപ്പം ഈ ലിറ്ററേച്ചറിന്റെ ഒരു സംഗതി വശമില്ലാത്തത് കാരണം ഈ കൊളോക്കൽ ഭാഷേനെ എടുത്ത് ഇതിലേക്ക് വെക്കാൻ കഴിഞ്ഞു. അപ്പൊ അതിന്റെ ചമ്മല് ഇല്ല. ഈ ചമ്മലാണ് നമ്മളെ പേടിപ്പിക്കുന്നല്ലോ, നമുക്ക് പുതിയത് ട്രൈ ചെയ്യാനുള്ള പേടി അതാണല്ലോ. പക്ഷെ അത് ഇപ്പൊ ജാതിക്കത്തോട് സ്വീകരിക്കപ്പെട്ടില്ലായിരുന്നു, അതവിടെ തീർന്നു. പിന്നെ ഒരു ട്രൈ ചെയ്യലും ഇല്ല. ഞാനും പോയിരുന്ന എന്തെങ്കിലും ലിറ്ററേച്ചർ പഠിച്ചിട്ട് വീണ്ടും വരേണ്ടി വന്നു. അത് ഹിറ്റായി, അത് സ്വീകരിക്കപ്പെട്ടു, ജനങ്ങൾക്ക് അത് ഹിറ്റായി. പിന്നെ നമ്മൾ പല രീതിയിൽ അത് ട്രൈ ചെയ്ത് നോക്കുന്നു, അത് കണക്റ്റ് ആവുന്നു ആൾക്കാർക്ക്. നമ്മൾ പ്രേമലൂല് ഇപ്പൊ കുട്ടിക്കൂടിയെ ഒരു വാക്ക് ഇങ്ങനെ ചുമ്മാ ഒരു രസമുള്ള കേൾക്കാൻ രസം എന്ന് നമുക്ക് തോന്നുന്ന ഒരു വാക്ക് വെക്കണം. അപ്പം അതിനകത്ത് ഇപ്പൊ സാധാ സിൻഡറല്ല, നീ ചിരിക്കുമ്പോൾ നീ ഒരു സാധാ സിൻഡറല്ല എന്നൊക്കെ പറയുന്ന ഉപമകൾ വെച്ചിട്ട് നമ്മൾ വെക്കുമ്പോൾ അത് കണക്ട് ആവുന്ന കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കും പേഴ്സണലി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് അത് അവൻ പറഞ്ഞത് അങ്ങനെ ഇഷ്ടപ്പെട്ടു, എനിക്കിത് ഇഷ്ടമാണ്, അതാണ് ഞാൻ അതിൻ്റെ ഒരു ഇങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കണം, അങ്ങനെ വർക്ക് ചെയ്യാം. അപ്പം നമുക്കത് റെസനേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്പോട്ടിഫൈയിലേക്ക് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാമല്ലോ എത്ര പേരാണ് കാണുന്നത്, ഏത് ഏജ് ഗ്രൂപ്പാണ് കേൾക്കുന്നത് നമ്മുടെ പാട്ടുകൾ. അപ്പൊ എൻ്റെ ഒരു 70% എൻ്റെ പ്ലേലിസ്റ്റുകളും കേൾക്കുന്നത് 27-ന്റെ അണ്ടറാണ്. ഒരു 13 to 27 ആണ് എൻ്റെ മേജർ ലിസണേഴ്സ്. അങ്ങനെയാണ്. അപ്പോഴത്തേക്കും ഞാൻ ഓക്കെ, അവർക്ക് സർവേ ഉണ്ട്, ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരിനി വളർന്നു വരുമ്പോഴും ചിലപ്പോ അവരുടെ പിന്നെയും ആയിരിക്കും നമ്മുടെ അങ്ങനെ ഒരു നൊസ്റ്റാൾജിയ കാലത്തിലേക്ക് പോവായിരിക്കും. മനസ്സിലായി നമ്മൾ. പിന്നെ ഗിരീഷ് ഏടിക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇത്രയും പ്രായം ആയിട്ടില്ല, ഒരു 21-25 ആയിട്ടുള്ളൂ. അതെ പ്രായം ആവുന്നില്ല. ഇല്ല അതൊരു ഗുണമല്ലേ ഗിരീഷ് ഏടിക്ക് വയസ്സാവാത്തത്. പിന്നെ ഉറപ്പായിട്ടും ഗിരീഷിനും ഇപ്പൊ ഗിരീഷിന്റെ കൂടെയുള്ള ടീംമേറ്റ്സ് ഒരുപാട് പേരുണ്ട്. കോ റൈറ്റേഴ്സ് ആണെങ്കിലും ക്യാമറമാർ, എഡിറ്റേഴ്സ്, അവന്റെ എഡിമാര് എല്ലാവരും ലൈക്ക് ഒരു യൂണിറ്റ് ആണ്. അവർ ഒരേ തോട്ട് പ്രോസസ്സിൽ ഭയങ്കര രസകരമായിട്ട് ഭയങ്കര സെൽഫ് ക്രിട്ടിക്കലാട്ടോ. അതാണ് അവരുടെ ഒരു ഗുണം. സെൽഫിൽ അവന്മാരെ തന്നെ അവർ ട്രോൾ ചെയ്യുക, അവരെല്ലാവരും അങ്ങനെ ട്രോൾ ചെയ്യും. നമ്മൾ എഴുതി കൊടുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ നമ്മൾ പറഞ്ഞ് പിന്നെ ഈ ഗിരീഷിനും അത് തന്നെയാണ്. ഇപ്പം നമ്മൾ അതിൻ്റെ അകത്ത് സൂപ്പർ ചാനലിൽ പച്ചപ്പായൽ എന്നുള്ളൊരു പാട്ടുണ്ട്. അപ്പം അതൊരു റൊമാൻറ്റിക് പാട്ടായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അവരുടെ ഒരു റൊമാൻസ്, അവനും ഭയങ്കര തീവ്രമായ പ്രണയം നിൽക്കുന്ന സമയത്തൊരു പാട്ട്. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒരു വരി ഇങ്ങനെ എഴുതണം. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വെച്ചപ്പോൾ ഞാൻ എന്നെ വിലയഴകേ സ്വന്ന വിലക്ക് വാങ്ങ വരുവേ എന്നുള്ള ഒരു പാട്ടുണ്ട് തമിഴ്. അപ്പം ഞങ്ങൾക്ക് ഒരു പെണ്ണിനോട് ചോദിക്കാവുന്ന ഏറ്റവും മോശം ചോദ്യമാണ് എന്താണ് നിന്റെ വില എന്നുള്ളത്. അപ്പൊ വില ഉയർന്നാലും തരുവേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. വൈരമുത്തു സാറിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പം ഇങ്ങനത്തെ സാധനം എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ഇങ്ങനത്തെ പാട്ടൊക്കെ. അപ്പം അതിങ്ങനെ നോക്കും. എന്നിട്ട് ഞങ്ങൾക്ക് ഓക്കെ. അപ്പം ഞാൻ ഒരു കച്ചവടക്കാരനായിരിക്കും അങ്ങനെ ചോദിക്കുക. ബിസിനസ്സുകാരൻ ഒരാൾ പെണ്ണെടുത്ത് ചോദിക്കുന്നതിൽ വില എന്നറിയാം. അവൻ്റെ മുഹബത്താണത്, ഈവൻ ദോ അവൻ്റെ ലാംഗ്വേജ് അതാണെന്നുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ അങ്ങനെ ഇങ്ങനത്തെ ഒരു പെയിൻ്റ് അടിക്കാരൻ്റെ ചിന്ത എന്താണ്? ഒരു പെയിൻ്റ് അടിക്കാരൻ്റെ ചിന്തയാണ് പച്ചപ്പായൽ പോലെ എന്നുള്ളിൽ പറ്റിപ്പിടിച്ച് എത്ര ചുരണ്ടിയാലും പോകുന്നില്ല, പിന്നെയും പച്ചപ്പായൽ പോലെ വരും നീ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടാണ് അത് എഴുതുക. അപ്പൊ ഞാൻ അങ്ങനെ പച്ചപ്പായൽ പോലെ എന്നുള്ളിൽ പറ്റിപ്പിടിച്ച് പിറ്റേന്നാളൻ മച്ചിനുള്ള വെട്ടിപ്പിടിച്ചു, ടെറസ് വരെ മൊത്തം പോയി. അപ്പൊ അവളുടെ പോയിന്റ് അപ്പൊ കണ്ണിമ വെട്ടും എടുത്ത് എന്നോട് അടുത്തിരുന്ന്. അപ്പൊ ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ പണ്ട് ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പെൺകുട്ടികൾ എപ്പോഴും ഇങ്ങനെ ഒരു കർച്ചീഫ് ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കും. ഒരു ബലമാണ്, ഇങ്ങനെ ഭയങ്കര മുറുക്ക പിടിക്കാൻ ആരോ കൂടെ ഉള്ളത്, എന്തോ ഒരു ധൈര്യം. ഒറ്റക്ക് പോകുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് അതൊരു അവരുടെ ഒരു ധൈര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും ഇവരെന്തെങ്കിലും ചുരുട്ടി പിടിക്കണം. അപ്പോൾ എനിക്കത് മനസ്സിലായിട്ടില്ല. പിന്നീട് ഞാൻ തന്നെ ഒരു ഇന്റർപ്രിട്ടേഷൻ തന്നെ വിചാരിച്ചു, പക്ഷേ ഇവർക്കൊരു ധൈര്യം, ആരോ കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പ്, അതിനായിരിക്കാം അതിങ്ങനെ ചുരുട്ടി പിടിക്കുന്നത് എന്നുള്ളൊരു സാധനം. അപ്പോൾ ഉള്ളം കയ്യിൽ ടവല് ഞെക്കി പിടിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അത് എഴുതിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റിനടുത്തോട് ജസ്റ്റിനോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ മ്യൂസിക് ചെയ്തതിന് ശേഷം ഞാൻ ഗിരീഷിനെ കേൾപ്പിക്കും. അപ്പോൾ ഭയങ്കര സ്ട്രേഞ്ച് മ്യൂസിക്കൊക്കെയാണ് ജസ്റ്റിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റിന് അതിന് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇച്ചിരി ഭീകരതയൊക്കെ തോന്നും, മനസ്സിലായി. അതിന് ഇച്ചിരി സെൻഷ്വലാണ്. ഇങ്ങനെയാ പോകുന്നത്. അപ്പൊ ഒരു സെൻഷ്വൽ ഇതുമാണ്. അതിന് പറ്റിയ അതൊരു വസീകര പോലെയൊക്കെ വിഷ്വലൈസേഷനാണ് വർക്കാണ്. പക്ഷെ അങ്ങനത്തെ ഒന്നും അല്ല നമ്മളെ പടത്തിൽ, അങ്ങനത്തെ ഒരു സാധനം ആവശ്യമില്ല. അപ്പോ ഞങ്ങൾ പറഞ്ഞു ഗിരീഷിനോട് പറഞ്ഞാൽ ഇതുപോലെയാണ്. പക്ഷെ ഗിരീഷ് വില്ലിങ്ങാണ്. ഗിരീഷിന് അത് ഇഷ്ടപ്പെട്ടാൽ ഗിരീഷ് ഓക്കെ
നമുക്ക് പോവാം, അതുമായിട്ട് പോവാം, എനിക്ക് ഹാപ്പിയാണ്, അത് ഇഷ്ടമാണ്. ഈവൻ ദോ അതിന് കുറേ പേര് എനിക്കത് വർക്കായില്ല, ഒരുപാട് പേര് നമ്മൾ വിളിച്ചു പോകണം അതെനിക്ക് വർക്കായില്ല, കുറേ പേര് പറഞ്ഞു എനിക്ക് വർക്കായി. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇമോഷൻ ജനറേറ്റ് ചെയ്യണം, ഒന്നെങ്കിൽ ഹെയ്റ്റ് ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇഷ്ടം ജനറേറ്റ് ചെയ്യണം. ഒന്നും ഇല്ലാതെ പോകുന്നതിനേക്കാളും നല്ലതാ. ഇപ്പൊ ചിലതുണ്ടല്ല ഒരു അതെന്നെ പേടിപ്പിക്കുന്നത്, എന്നെ പേടിപ്പിക്കുന്ന ആ മീഡിയോക്രസി ഉണ്ടല്ലോ, കുഴപ്പമില്ല, ആണോ, ഓ കുഴപ്പമില്ല, നല്ല പാട്ടോ, ഓക്കെയാണ്. ഇത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാ, മനസ്സിലായി, എന്തെങ്കിലും ഒരു ഇമോഷൻ ജനറേറ്റ് ചെയ്യണമല്ലോ അത് എന്നുള്ളത്.